പ്രണയപൂർവം നിനക്കായി ഞാൻ ഭാഗം 42. അപ്പോഴാണ് സണ്ണി മോനെയും എടുത്തുകൊണ്ട് അങ്ങോട്ട് വന്നത്. എന്താണ് എൻ്റെ ഭാര്യയെ ഹാപ്പിയാക്കുന്ന ഒരു സംസാരം? സണ്ണി ചോദിച്ചു. നിന്റെ ഭാര്യയെ നീ മാത്രം ഹാപ്പിയാക്കിയാൽ മതിയോ? ഞങ്ങളും കൂടി ഒന്ന് ഹാപ്പിയാക്കട്ടെ, അമ്മച്ചി പറഞ്ഞു. ഹാപ്പിയാക്കുന്നതൊക്കെ കൊള്ളാം, അവസാനം എൻ്റെ പെണ്ണെങ്ങാനും കരഞ്ഞ അപ്പോൾ എൻ്റെ സ്വഭാവം മാറും, സണ്ണി പറഞ്ഞു. നീ പോടാ, ഞങ്ങൾ കാരണം നിന്റെ ഭാര്യ കരയില്ല. പക്ഷെ നീ കാരണം എങ്ങാനും നിന്റെ ഭാര്യ കരഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞ പിന്നെ എനിക്ക് ഇങ്ങനെ ഒരു മകനില്ല എന്ന് പറഞ്ഞ് നിന്നെ ഞാൻ ചവിട്ടി പുറത്താക്കും, അമ്മച്ചി പറഞ്ഞു. ഇതെല്ലാം മതിലിൻ്റെ അപ്പുറം നിന്ന് അവർ കേൾക്കുന്നുണ്ടായിരുന്നു. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അല്ല സണ്ണി, മോൾക്കെങ്ങനെയുണ്ട്? പനിയുണ്ടോ ഇപ്പോൾ? അമ്മച്ചി ചോദിച്ചു. അവൾക്ക് കുഴപ്പമൊന്നുമില്ല, ദേ ബെഡിൽ കിടന്ന് കളിക്കുന്നുണ്ട്. ഇപ്പോൾ ദേ ഗൗരി എടുത്തിട്ട് വരും, സണ്ണി പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ അതാ യാത്ര ചെയ്തതിൻ്റെയാണെന്ന്, അന്നക്കുട്ടി പറഞ്ഞു. അപ്പോഴേക്കും ഗൗരി മോളെയും എടുത്തുകൊണ്ട് വന്നു. അമ്മച്ചി വേഗം തന്നെ ചെന്ന് ഗൗരിയുടെ കയ്യിൽ നിന്നും മോളെ വാങ്ങി. കുഴപ്പമൊന്നുമില്ലല്ലോ അച്ഛമ്മയുടെ കുട്ടിക്ക് എന്ന് പറഞ്ഞ് അമ്മച്ചി മോളെ എടുത്തു. അപ്പോഴേക്കും ഗൗരി ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങൾ ചേട്ടത്തിയുടെ ഒപ്പം തന്നെ റെഡിയാക്കാൻ തുടങ്ങി. എല്ലാവരും എഴുന്നേറ്റ് വന്നതും അവിടെ കളിയും ചിരിയും ബഹളവും എല്ലാമായി. അപ്പോഴേക്കും അമ്മച്ചി എല്ലാവരോടും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറഞ്ഞു. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് അവധിയല്ലേ, എല്ലാവരും വീട്ടിലുണ്ടാകും, നമുക്കൊന്ന് അയൽവാസികളെയൊക്കെ ഒന്ന് പരിചയപ്പെടാൻ പോയാലോ? ഇന്നലെ അവർ സഹായിച്ചു എന്നല്ലേ നീ പറഞ്ഞത്? അപ്പോൾ അവിടെ പോയി അവരെയെല്ലാം ഒന്ന് പരിചയപ്പെടുന്നത് നല്ലതല്ലേ, അമ്മച്ചി പറഞ്ഞു. അത് ശരിയാണ്, ഇന്നലെ ഇവിടെ അടുത്ത് തന്നെയുള്ള ഡോക്ടറല്ലേ വന്നത്. ഇങ്ങനെയൊക്കെയല്ലേ നമുക്ക് സഹായങ്ങൾ ഉണ്ടാവുന്നത്. ആരാണ് നമ്മളെ ആപത്ത് സമയത്ത് സഹായിക്കുന്നത് എന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് എന്തായാലും പോകാം. എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് നാൾ ഇവിടെ ഉണ്ടാവുമല്ലോ, ഇനിയും നമുക്ക് ആവശ്യം വന്നാലോ അവരെയൊക്കെ കൊണ്ട്, അന്നക്കുട്ടി പറഞ്ഞു. എന്നാ പിന്നെ പോകാം അല്ലേ സണ്ണി, സെബിയും കൂടി പറഞ്ഞു. എന്നാ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഇറങ്ങാം, എന്തു പറയുന്നു, സണ്ണി ചോദിച്ചു. ആയിക്കോട്ടെ, ഇറങ്ങാം എന്ന് പറഞ്ഞ് എല്ലാവരും വേഗം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. എല്ലാവരും പോയി റെഡിയായി വന്നു. എന്നാ പോകാം, കുര്യച്ചൻ ചേട്ടൻ വരുന്നില്ലേ, സണ്ണി ചോദിച്ചു. ഇല്ല മോനെ, ഞാനൊന്ന് കറങ്ങിയിട്ടൊക്കെ വരട്ടെ. എവിടെ പോകുന്നു, സണ്ണി ചോദിച്ചു. അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല മോനെ, ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാം. നമുക്ക് നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉപകാരപ്പെടുന്നത് കിട്ടിയാലോ എന്ന് പറഞ്ഞ് കുര്യച്ചൻ ചേട്ടൻ ഇറങ്ങി. അതിനെ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ വന്നിട്ട് വെറുതെ ഇരിക്കുന്നതിൻ്റെ മുഷിച്ചിലുണ്ടേ. എന്തായാലും പോയിട്ട് വരട്ടെ, നമുക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ഇറങ്ങി. തൊട്ടടുത്ത വീട്ടിലേക്ക് നടക്കുമ്പോൾ സണ്ണിയുടെ നെഞ്ചിൽ ഒരു പിടപ്പുണ്ടായിരുന്നു. അത് ഗൗരിയെ കാണുമ്പോൾ ആ അമ്മയുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഓർത്ത് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു സണ്ണിക്ക്. അതുകൊണ്ട് തന്നെ റോസ്മേരിയുടെയും സാന്ദ്രയുടെയും കൂടെ നടന്നു പോകുന്ന അവളുടെ കയ്യിൽ കയറി അവൻ പിടിച്ചു. എന്താ, അവൾ ചോദിച്ചു. ചുമ്മാ എൻ്റെ ഒപ്പം നടക്ക്, അവൻ പറഞ്ഞു. എപ്പോഴും ഇച്ചാൻ്റെ ഒപ്പമല്ല നടക്കുന്നത്, ഇന്ന് ഞങ്ങളുടെ ഒപ്പം നടക്കട്ടെ എന്ന് പറഞ്ഞ് റോസ്മേരി കയ്യിൽ പിടിക്കാൻ പോയതും, എന്തിനാടി നീ അവരുടെ ഇടയിൽ കയറി കട്ടുറുമ്പാവാൻ നിൽക്കുന്നത്, അവർ രണ്ടുപേരും ഒരുമിച്ച് വന്നോളും എന്ന് പറഞ്ഞുകൊണ്ട് സെബി അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. അവളെയും കൊണ്ട് നടന്നു. ഗേറ്റിന് മുന്നിൽ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. ഈശ്വര, ഇയാളിനി അകത്തേക്ക് കയറ്റി വിടോ, റോസ്മേരി ചോദിച്ചു. നീ വായ തുറക്കാതെ ഇരുന്നാൽ മതി, അപ്പോൾ ആ ചേട്ടൻ അകത്തേക്ക് കയറ്റി വിടും, സാന്ദ്ര പറഞ്ഞു. ഓഹോ, ഇവരുടെ കൂടെ കൂടി നീയും എന്നെ ട്രോളി തുടങ്ങി അല്ലേടി എന്ന് പറഞ്ഞ് രണ്ടും കൂടി വഴക്കായതും, അടങ്ങിയിരിക്കും പിള്ളേരെ, ഒരു വീട്ടിൽ വരുമ്പോൾ ഇങ്ങനെയാണോ എന്ന് ചോദിച്ച് അന്നക്കുട്ടി വഴക്ക് പറയുന്നുണ്ട്. അപ്പോഴേക്കും സണ്ണി ഗൗരിയുടെ കൈ പിടിച്ചുകൊണ്ട് സെക്യൂരിറ്റിയുടെ അടുത്തെത്തിയതും, ചെല്ലു കയറി ചെന്നോളൂ, അയാൾ വളരെ ബഹുമാനത്തോടെ പറയുന്നത് കേട്ടതും സണ്ണി അയാളെ നോക്കി. അയാൾ ഗൗരിയെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടതും സണ്ണിക്ക് കാര്യം ഏകദേശം മനസ്സിലായി. സണ്ണി ഗൗരിയുടെ കൈ പിടിച്ചുകൊണ്ട് തന്നെ അകത്തേക്ക് കടന്നു. അവൻ്റെ പുറകെ തന്നെ ബാക്കിയുള്ളവരും. അന്നക്കുട്ടിയും അമ്മച്ചിയുമാണ് മക്കളെ പിടിച്ചിരിക്കുന്നത്. അവർ ചെന്ന് ഡോർബെൽ അടിച്ചതും അംബികയാണ് വന്ന് വാതിൽ തുറന്നത്. വാതിൽ തുറന്നതും മുന്നിൽ നിൽക്കുന്ന സണ്ണിയെയും ഗൗരിയെയും കണ്ടതും അവർ ഗൗരിയെ തന്നെ നോക്കി നിന്നു. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കണ്ടതും സണ്ണിക്കും സങ്കടം തോന്നി. അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കണ്ട ഗൗരി അവരെ തന്നെ നോക്കി നിന്നു. അപ്പോഴാണ് അവരുടെ പുറകെ അനന്തപത്മനാഭൻ അങ്ങോട്ട് വന്നത്. മുന്നിൽ നിൽക്കുന്ന ഗൗരിയെയും സണ്ണിയെയും അവരുടെ പുറകെ നിൽക്കുന്ന കുടുംബാംഗങ്ങളെയും കണ്ടതും
അദ്ദേഹം ആദ്യം ഒന്ന് അമ്പരന്നുവെങ്കിലും വരൂ അകത്തേക്കിരിക്കാം അംബിക എന്ന് പറഞ്ഞ് അവരുടെ തോളിൽ പിടിച്ചു. അവർ ഭർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കി. അവരുടെ കണ്ണുകൾ അപ്പോഴും നിറയുന്നുണ്ട്. എല്ലാവർക്കും അത് അത്ഭുതമായിരുന്നു. എന്താണ് അവർക്ക് സംഭവിച്ചത് എന്നറിയാതെ അമ്മച്ചിയും അന്നക്കുട്ടിയും എല്ലാം പരസ്പരം നോക്കി. നിങ്ങൾ അകത്തേക്ക് വരൂ, അനന്തപത്മനാഭൻ ഭാര്യയെ തോളോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു. വാതിലിന് മുന്നിൽ നിന്നും മാറിക്കൊടുത്തതും അവരെല്ലാവരും അകത്തേക്ക് കയറി. ഇരിക്കൂ എന്ന് അനന്തപത്മനാഭൻ പറഞ്ഞതും എല്ലാവരും അവിടെയുള്ള സോഫയിലിരുന്നു. ചുറ്റും നോക്കി കാണുകയായിരുന്നു. ആഡംബരത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ആ വീട്, എല്ലാവിധ ആഡംബരങ്ങളോടും കൂടി ഇൻറ്റീരിയർ വർക്ക് ചെയ്തിരിക്കുന്ന ആ വീട് ചുറ്റും നോക്കി കാണുമ്പോഴാണ് ഗൗരി ഒരു ഫോട്ടോയിലേക്ക് നോക്കി നിൽക്കുന്നത് സണ്ണി കാണുന്നത്. അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് ആ ഫോട്ടോയുടെ അടുത്തേക്ക് പോകുന്നത് കണ്ടതും സണ്ണി എഴുന്നേറ്റ് അവളുടെ കൂടെ തന്നെ ചെന്നു. അവൾ ആ ഫോട്ടോയ്ക്ക് മുന്നിൽ ചെന്ന് നിന്നു. അവളും സണ്ണിയും എഴുന്നേറ്റ് പോകുന്നത് കണ്ട് ബാക്കിയുള്ളവരെല്ലാവരും അവർ പോകുന്നിടത്തേക്ക് നോക്കിയപ്പോൾ അവരുടെയും കണ്ണുകൾ അത്ഭുതം കൊണ്ട് വിടർന്നു. അവരും ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് പോയി. അനന്തപത്മനാഭൻ്റെ നെഞ്ചിൽ ചേർന്ന് നിന്ന് പൊട്ടിക്കരയുന്ന അംബികയെ അമ്മച്ചി നോക്കി. അമ്മച്ചി പിന്നെ നോക്കിയത് അന്നക്കുട്ടിയെയും ചേട്ടത്തിയെയുമാണ്. അവരും മുന്നിൽ കാണുന്ന ആ ഞെട്ടലിൽ തന്നെയായിരുന്നു. ഗൗരി ഫോട്ടോയുടെ അടുത്ത് ചെന്ന് നിന്നതും ഫോട്ടോയിലേക്ക് തന്നെ ഉറ്റുനോക്കി നിന്നു. അവളുടെ അടുത്തേക്ക് സണ്ണി ചേർന്ന് നിന്നു. സണ്ണിയുടെ ദേഹം തൻ്റെ ദേഹത്ത് മുട്ടിയതറിഞ്ഞതും ഗൗരി തിരിഞ്ഞു നോക്കി. തന്നോട് ചേർന്ന് നിൽക്കുന്ന സണ്ണിയെ കണ്ടതും ഇച്ഛയ ഇതെന്താ? ഞാൻ എങ്ങനെയാ? എൻ്റെ ഫോട്ടോ അവൾക്ക് ഒന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവളുടെ അവസ്ഥ മനസ്സിലായതുപോലെ സണ്ണി തിരിഞ്ഞ് അനന്തപത്മനാഭനെയും അംബികയെയും നോക്കി. അനന്തപത്മനാഭൻ്റെ മാറോട് ചേർന്ന് നിന്ന് കരയുന്ന അംബികയെ കണ്ടതും സണ്ണിയുടെയും കണ്ണുകൾ നിറഞ്ഞു. സണ്ണി ഗൗരിയെ ചേർത്ത് പിടിച്ചു. ഗൗരി, അത് നീയല്ല. സണ്ണി പറഞ്ഞതും അവൾ ഫോട്ടോയിലേക്കും പിന്നെ സണ്ണിയെ നോക്കി. പക്ഷേ എന്നെപ്പോലെ തന്നെ ഇതെങ്ങനെയാ? അവൾ ചോദിച്ചു. അത് നിന്റെ സഹോദരിയാണ്. സണ്ണി പറഞ്ഞതും എല്ലാവരും ഞെട്ടി. എന്നാൽ ഗൗരിയിൽ ഞെട്ടലാണോ എന്താണ് അവളുടെ മുഖത്തെ ഭാവമെന്ന് സണ്ണിക്കോ ആർക്കും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. എൻ്റെ സഹോദരിയോ? ഇച്ചാനിത് എന്താ പറയുന്നേ? ഞാൻ ഒരു മോളേ ഉള്ളൂ. എൻ്റെ അച്ഛൻ രാജേന്ദ്രൻ നായർക്കും അമ്മ മായയ്ക്കും ഒരേ ഒരു മകളാണ് ഞാൻ. അപ്പോൾ എങ്ങനെയാ എനിക്ക് സഹോദരി ഉണ്ടാകുന്നത്? ഇത് ഒരാളെപ്പോലെ വേറെ ആളുകളുണ്ടാവുമെന്ന് പറയുന്നത് പോലെയാണ് തോന്നുന്നു ചായ, അവൾ പറഞ്ഞു. അല്ല ഗൗരി. അവൻ അത് പറഞ്ഞതും ഗൗരിയുടെ കണ്ണുകൾ അപ്പോൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവൻ അവളുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് അനന്തപത്മനാഭൻ്റെയും അംബികയുടെയും അടുത്തേക്ക് അവളെ കൂട്ടിക്കൊണ്ടുവന്ന് നിർത്തി. അവരുടെ മുന്നിൽ വന്ന് നിന്ന ഗൗരി നോക്കിയത് അംബികയെയാണ്. അനന്തപത്മനാഭൻ്റെ നെഞ്ചിൽ ചേർന്ന് നിന്ന് കരയുകയാണ്. അവളുടെ നോട്ടം അനന്തപത്മനാഭനിലേക്ക് എത്തി. കണ്ണുകൾ ചുവന്നു കിടക്കുന്നു. കണ്ണുനീർ ഒഴുകാൻ വെമ്പി നിൽക്കുന്നു. അവളെ തന്നെ കണ്ണ് നിറച്ച് നോക്കി നിൽക്കുന്ന അദ്ദേഹത്തെ കണ്ടതും അവൾ സണ്ണിയെ നോക്കി. ഗൗരി, ഇത് അനന്തപത്മനാഭൻ. ഇത് അദ്ദേഹത്തിൻ്റെ ഭാര്യ അംബിക അനന്തപത്മനാഭൻ. ഇവർക്ക് 4 മക്കളാണ്. മൂത്ത മകൻ ആദിദർശ്, രണ്ടാമത്തെ മകൻ ആദിശേഷ്, മൂന്നാമത്തേത് ഇവർക്കുണ്ടായത് ഇരട്ട കുട്ടികളാണ്, അതും 2 പെൺകുട്ടികൾ. അവൻ പറയുന്നത് ശ്രദ്ധയോടെയും ആകാംക്ഷയോടെയും അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്ന് കേൾക്കുകയാണ് ഗൗരി. ആ കുട്ടിയിൽ ഒരാൾ ആദിലക്ഷ്മി, രണ്ടാമത്തെ ആൾ. അത്രയും പറഞ്ഞ് സണ്ണി അനന്തപത്മനാഭനെയും അംബികയെയും നോക്കി, പിന്നെ അമ്മച്ചിയെയും. അവരെല്ലാവരും ഗൗരിയെയും സണ്ണിയെയും തന്നെ നോക്കി നിൽക്കുകയാണ്. അവൻ ഗൗരിയുടെ മുഖത്തേക്ക് നോക്കി. എന്തൊക്കെയോ അവൾ പ്രതീക്ഷിച്ചിട്ടുണ്ട് എന്ന് അവന് തോന്നി. ആ പ്രതീക്ഷയോടെയാണ് തന്നെ നോക്കുന്നത് എന്ന് അവന് തോന്നിയതും ആദിലക്ഷ്മിയുടെ ഒപ്പം ജനിച്ച അവരുടെ അടുത്ത മകൾ, അതെൻ്റെ ഗൗരിയാണ്. ഗൗരി സണ്ണി ഡേവിഡ് ജോർജ്. അവൻ പറഞ്ഞതും അവൾ അത് പ്രതീക്ഷിച്ചതുപോലെ സങ്കടത്തോടെ
അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഇച്ചയ, അതെ അതെ മോളെ, നീ എൻ്റെ മകളാണ്. ഞാൻ പ്രസവിച്ച എൻ്റെ മകൾ, എൻ്റെ ആദിയുടെ ഒപ്പം ഉണ്ടായ എൻ്റെ മകൾ എന്ന് പറഞ്ഞുകൊണ്ട് അംബിക അനന്തപത്മനാഭൻ്റെ കയ്യിൽ നിന്നും കൈ വിടിയിച്ചുകൊണ്ട് ഗൗരിയുടെയും സണ്ണിയുടെയും അടുത്തേക്ക് വന്നു. കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അവളുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ കയ്യിൽ അവർ പിടിച്ചു. അതെ, എൻ്റെ മകളാണ്. ഞാൻ നൊന്തു പ്രസവിച്ച എൻ്റെ മകൾ, എൻ്റെ ആദിലക്ഷ്മിയുടെ ഒപ്പം ഈ ഭൂമിയിലേക്ക് പിറന്നു വീണ എൻ്റെ മകൾ. അവർ പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ അവർ തലമുട്ടിച്ചു. ഗൗരി നിസ്സഹായതയോടെ സണ്ണിയെയും പിന്നെ അനന്തപത്മനാഭനെയും നോക്കി. അനന്തപത്മനാഭനും ഗൗരിയെ തന്നെ നോക്കി കാണുകയായിരുന്നു. ഒരുപാട് ഈ മകൾ അനുഭവിച്ചിട്ടുണ്ട്. 3 മക്കളും ആഡംബരത്തോടെ സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിക്കുമ്പോൾ തൻ്റെ ഈ മകൾ ഒരുപാട് ഈ പ്രായത്തിനുള്ളിൽ അനുഭവിച്ചു. അറിഞ്ഞു വന്നപ്പോഴേക്കും എല്ലാം കഴിഞ്ഞു പോയിരുന്നു. അയാൾ ഓർത്തു. അയാളും കൂടി ഗൗരിയുടെ അടുത്തേക്ക് വന്നു. അതെ, ഞങ്ങളുടെ മകളാണ്. ഈ നിൽക്കുന്ന അംബികയും ഞാനുമാണ് നിന്റെ അച്ഛനും അമ്മയും. രാജേന്ദ്രനും മായയും ആരുമല്ല. അയാൾ പറഞ്ഞതും ഗൗരിയിൽ നിന്നും ഒരു ഏങ്ങൽ പുറത്തേക്ക് വന്നതും സണ്ണി അവളെ ചേർത്ത് പിടിച്ചു. അതറിഞ്ഞതുപോലെ ഗൗരിയുടെ അമ്മ അവളുടെ കയ്യിൽ നിന്നും മുഖമുയർത്തി. ഗൗരി, തളരരുത്. ഇതിലും ഒരുപാട് ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും കടന്നു വന്നവളാണ് നീ. ഇനി നിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു ബുദ്ധിമുട്ടും സങ്കടവും ഉണ്ടാകില്ല എന്ന് വിശ്വസിച്ച് നിന്നെ വിഷമിപ്പിക്കില്ല എന്ന് കരുതി കൂടെ കൂട്ടിയ ഞാൻ നിനക്ക് തരുന്ന ഏറ്റവും വലിയ വേദനയായിരിക്കും ഇതെന്ന് എനിക്കറിയാം. പക്ഷേ ഈ വേദന അനിവാര്യമാണ് ഗൗരി. ഇത് നീ അറിയേണ്ടതാണ്. നിന്റെ ജന്മരഹസ്യമാണ്. നീ ഇത്രയും നാളും അച്ഛൻ, അമ്മ എന്ന് വിളിച്ചവർ നിന്റെ യഥാർത്ഥ അച്ഛനും അമ്മയും അല്ല. നിനക്ക് എന്നെ വിശ്വാസമാണ് ഗൗരി? സണ്ണി ചോദിച്ചതും അവൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അവളുടെ കണ്ണുകളിലെ ആ ഭാവം, ആ തളർച്ച അവൻ്റെ നെഞ്ച് വേദനിക്കുന്നുണ്ടായിരുന്നു. പറയ് ഗൗരി. അവൻ അവൻ്റെ 2 കൈകൾ കൊണ്ടും അവളുടെ കവിളിൽ പിടിച്ചു. വിശ്വാസമാണോ? സണ്ണി ചോദിച്ചു. അവൾ അതേ എന്ന് തല അനക്കിയതും, എന്നാൽ നിന്റെ ഇച്ഛായൻ നിനക്കായി തരുന്ന ഏറ്റവും വലിയ സമ്മാനമായിരിക്കും നിന്റെ യഥാർത്ഥ അച്ഛനും അമ്മയെയും. ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നമ്മൾ ഇങ്ങോട്ട് താമസത്തിന് വന്നതും അതിനുവേണ്ടി തന്നെയാണ്. ആദ്യം എൻ്റെ പെണ്ണിന് ഒരുപാട് സങ്കടം തോന്നും. ഇത്രയും നാളും കണ്ടതും കേട്ടതും ഒന്നും സത്യമല്ല എന്നറിയുമ്പോൾ നല്ല സങ്കടം തോന്നും. പക്ഷേ ആ സങ്കടം എൻ്റെ പെണ്ണിന് പിന്നീട് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും എന്ന് നിന്റെ ഇച്ഛായന് ഉറപ്പുണ്ട്, അവൻ പറഞ്ഞു. എന്നാലും എങ്ങനെ ഇച്ഛായ ഞാൻ പെട്ടെന്ന് ഇതെങ്ങനെയാ? അവൾ പറയാൻ വന്നത് എന്താണെന്ന് മനസ്സിലായതും, അറിയാം, എനിക്ക് മനസ്സിലാകും. എനിക്ക് നല്ല ഗൗരി, ഈ നിൽക്കുന്ന അച്ഛനും അമ്മയ്ക്കും അത് മനസ്സിലാകും. അതുകൊണ്ട് മാത്രമാണ് നിന്നെ സങ്കടപ്പെടുത്താതെ, നിന്റെ വിഷമം കാണാൻ സാധിക്കാതെ ഈ അച്ഛനും അമ്മയും മാറി നിന്നത്. നിന്റെ മുന്നിലേക്ക് വരാതെ, നിന്നെ നോവിക്കാൻ പറ്റാതെയാണ് അവർ മറഞ്ഞു നിന്ന് നിന്നെ കണ്ടുകൊണ്ടിരുന്നത്. നിന്റെ ഈ അച്ഛൻ ഇന്നും ഇന്നലെയെല്ലാം പുറകെ നടക്കാൻ തുടങ്ങിയത്. എൻ്റെ കയ്യിൽ നിന്നെ കിട്ടിയതിനു ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നിന്റെ അച്ഛൻ നിന്നെ തിരിച്ചറിഞ്ഞിരുന്നു. നിന്നെ കാണാൻ വേണ്ടി പലപ്പോഴും അദ്ദേഹം വന്നിട്ടുണ്ട്. പക്ഷേ നിന്റെ മുന്നിലേക്ക് വരാൻ അദ്ദേഹത്തിന് ഒരു ധൈര്യം കിട്ടിയിട്ടില്ല. അത് തെറ്റ് ചെയ്തത് കൊണ്ടല്ല, എൻ്റെ മകൾ ഇനിയും സങ്കടപ്പെടുന്നത് കാണാൻ വയ്യ എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. സണ്ണി പറഞ്ഞുകൊണ്ട് അനന്തപത്മനാഭനെ നോക്കിയതും അദ്ദേഹം അത്ഭുതത്തോടെയും ആശ്ചര്യത്തോടെയും സണ്ണിയെ നോക്കി. ഇതെല്ലാം ഇവൻ എങ്ങനെ അറിഞ്ഞു എന്നായിരുന്നു ആ സമയം അദ്ദേഹം ചിന്തിച്ചത്. അദ്ദേഹം ദയനീയമായി അവനെ നോക്കി. അദ്ദേഹത്തിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഇച്ഛായ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, അവൾ പറഞ്ഞു. എനിക്ക് നിന്നെ മനസ്സിലാകും. നിന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയും നിന്റെ ഇച്ഛായന് മനസ്സിലാകും. എല്ലാം നിന്നോട് പറയാം. അപ്പോഴാണ് ആ വീടിൻ്റെ മുറ്റത്ത് ഒരു വണ്ടി വന്ന് നിൽക്കുന്നത് അവരെല്ലാവരും അറിഞ്ഞത്. വണ്ടി വന്ന് നിന്നതും അനന്തപത്മനാഭനും അംബികയും പരസ്പരം നോക്കി.
അപ്പോഴേക്കും അകത്തേക്ക് കയറി വരുന്ന 2 ചെറുപ്പക്കാരെ എല്ലാവരും കണ്ടു. അവർ രണ്ടുപേരും ഹാളിൽ നിൽക്കുന്ന എല്ലാവരെയും നോക്കി. പിന്നെയാണ് തങ്ങളുടെ ഫാമിലി ഫോട്ടോയുടെ അടുത്തായി നിൽക്കുന്ന ഗൗരിയെയും സണ്ണിയെയും അവർ കാണുന്നത്. ആദ്യം അവരിൽ ഒരു ഞെട്ടലായിരുന്നു. പിന്നീട് അതൊരു പുഞ്ചിരിയായി മാറി. അവർ രണ്ടുപേരും വേഗം സണ്ണിയുടെയും ഗൗരിയുടെയും അടുത്തേക്ക് വന്നു. മോളെ. അവർ രണ്ടുപേരും അവളുടെ അടുത്ത് വന്ന് വിളിച്ചതും അവൾ സണ്ണിയെ നോക്കി. അവളുടെ കണ്ണുകളിൽ ഒരു തിളക്കമായിരുന്നു. എന്താ പേര്? എനിക്ക് അത്രയും ആദികേഷ് പറഞ്ഞതും ഗൗരി. സണ്ണിയാണ് പറഞ്ഞത്. സണ്ണി പറഞ്ഞതും ആദിദർശും ആദികേശും സണ്ണിയെ നോക്കി. ഞാൻ നിങ്ങളുടെ സഹോദരി ഗൗരിയുടെ ഭർത്താവാണ്. സണ്ണി പറഞ്ഞതും അവർ സണ്ണിയെ നോക്കി പുഞ്ചിരിച്ചു. എന്നാൽ ഗൗരി തൻ്റെ മുന്നിൽ നിൽക്കുന്ന 2 പേരെയും മാറി മാറി നോക്കുകയാണ്. അവർ തിരിഞ്ഞ് അനന്തപത്മനാഭനെയും അംബികയെയും നോക്കി. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ, കുറേ ഗ്യാപ്പ് വന്നു അറിയാം. സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ, ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.